സുരേഷേ, നമ്മുടെ സ്ഥിരം ബ്രാൻഡിന് എടുത്തു. മുളകെ കുറുക വേണ്ട, ചീകി നീളത്തിലിടണം. ഓ പെട്ടെന്നല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ് അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ SI പവനെ. ഹലോ ഹലോ, മൂത്രം ഒഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ ഒഴിച്ചോളാം. ആ ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ച്. കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റേ, തന്റെ ഓർമ്മശക്തി ഞാനൊന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്. ബാക്കി ഞാൻ പറയാം. സമ്മതിക്കത്തില്ല. ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്തൊരുത്ത് കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മത്തപത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഗ്ഡെ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. പുള്ളിയെ പോലെ ഇല്ലേ നോക്കിയേ. രാമകൃഷ്ണ ഹെഗ്ഡെ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാറേ. സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചേ. ആ ഭാഗ്യം, അയാള് പോയി. അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാൾ വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. ഞാനൊരു പാവാണ് സാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധിയാണ്. അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനലിനെ പിടിക്കാറില്ല. നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലിനെ പിടിക്കും. അതാണ് SI പവനൻ സ്റ്റൈൽ. അയ്യോ, ഞാനെന്ത് കുറ്റമാണ് സാർ ചെയ്തത്? അവിടെ ചോദിക്കുക. KL 01899 തന്റെ വണ്ടിയാണോ? അതിപ്പോ ആണല്ലോ. അതാണ് കുറ്റം. എടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് തനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. കേറി ജീപ്പിൽ. പിടിക്കല്ലേ? ഇങ്ങോട്ട് പോ. നിരപരാധിയാണ് സാർ. ഞാൻ ഈ ഫോൺ നോക്കിക്കോട്ടെ സാർ. ഒരു മിനിറ്റ്. അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്. എങ്ങനെങ്കിലും മുങ്ങണം. ശരി സാർ. ഇന്നോവ പുതിയത് തന്നെ. എപ്പോഴും ഞാൻ അയക്കുന്നതല്ലേ. അയച്ചേക്കാം സാർ. നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല സാർ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സാർ. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാണ്. അല്ലെങ്കിലോ ഇവിടെ താൻ എന്റെ പണി കളയിക്കല്ലേ. സാറെ പൊക്കോളൂ സാർ. ദേ കൂട്ടത്തിൽ നിന്നിട്ട് പാര പണിയില്ല കേട്ടോ. സാർ ഈ കാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നേ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും. ഇക്കണക്കിന് സാറേ, സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്. അവൻ മുങ്ങി. മുങ്ങിയോ? ഓ അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ, നമുക്ക് ആ വണ്ടിയുടെ പുറകെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇടോ, ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പിന്നാലെ പോയി ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാൽ അടിക്കുവോ? അതെ. കുമാരാ, ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നൂടെ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുണ്ടെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാനിവിടെ നിന്നോളാം. മണ്ടത്തരമായിപ്പോയല്ലേ? പിന്നല്ലാതെ. അയ്യോ സാറേ, പ്രേതം ഓടിക്കോ. ചാക്കോച്ചാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞത് കേട്ടില്ലേ? ഓടിക്കോളാൻ. എന്നാ വിട്ടോ. ഓടിച്ചിട്ട് പിടിക്കണോ അവരെ? BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് മൂന്നിന്റെ അവകാശിയാണ് ഞാൻ. എനിക്ക് പൈൽസും. എന്നാ സാർ ഒട്ടും ഓടണ്ട. എനിക്കത് താങ്ങാൻ വയ്യ, അതുകൊണ്ടാ. ഇനി വന്നേ. എന്തോ പറയാനോ. സാറിന്
അതിനെ കൊടുത്തിട്ട് അടിക്കുന്നത് താന്റെ ചെകിട്ടത്തിന് അടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രമോഷൻ പോയി. ഇല്ല സാറേ, സാറിന് പ്രൊമോഷൻ പോകത്തില്ല. സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞു ശ്രമിച്ചാൽ ഡിസ്മിസൽ. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം. പപ്പേട്ടൻ്റെ കൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കലക്കണം. കിട്ടുന്നത് 50-50. ഉറപ്പിക്കേ. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പുഞ്ചായില്ലേ കൊച്ചു. നിർത്തി. നടന്നോ ധൈര്യമായി നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട്. സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരോട് ഇവരിടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വാടാ. ഏത് മാണിക്യമംഗലത്തെ രാമകുട്ടി ഞങ്ങൾക്ക് പുല്ലാടാ, പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാറ്. വരണ്ടല്ലേ. ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടിച്ചേച്ച് വരട്ടെ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ, പോയിട്ട് വരട്ടെ. മുതലാളി, ഇനി ഇവൻ ഇവിടെ വെച്ചുറപ്പിച്ച ശരിയാവില്ല. ഉണ്ണി, വണ്ടി നിർത്തറ. കാറ് ആനക്കാടൻ ഇവിടെ ഉണ്ടാ. ഇറങ്ങ. ഈ കാർ ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ശരിയാണ്, നമുക്ക് അല്പം മാറി നിന്ന് വാച്ച് ചെയ്യാം. വാ. ഇതെന്താ? ഇത് ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാഷ് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും. എന്നിട്ട് പുഴുങ്ങി തിന്നും. ഏ മണ്ട, ചിയാമിയുടെ സിഐഡി ബുദ്ധിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? പിടിച്ചാ മതി. ക്യാമറയും നിന്റെ ഒരു കടം വാങ്ങിച്ച ക്യാമറയാണ്. ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയും? കിട്ടും. നിന്റെ കയ്യിലിരിപ്പതല്ലേ? അതല്ല, എവിടെ കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ, ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ ഇടത്തെ തൊഴിൽ വെടികൊണ്ടൊരു പാടുണ്ടത്രേ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിച്ചൂടെ? എന്താണ് വെടികൊണ്ട പന്നിയെപ്പോലെ ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട് ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു. നിനക്കും വെടികൊണ്ടോ? പിന്നെന്താ കാലിന്? അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ, അതപ്പോ തുടങ്ങി. അപ്പൊ ഈ കാലിന്റെ ഉപ്പൂറ്റിയുടെ ഈ മെഡലയുടെ ബ്ലാങ്കട്ട് ഇല്ലേ, അതിന്റെ ബ്ലാങ്കട്ടയുടെ മിഡില് ഫെബ്രുവരി 30 എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോണാ. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ചലോ എന്ന് പറഞ്ഞിട്ട് ഇയാളെല്ലാം നടക്കുക. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിലാർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. ഇടയ്ക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപ്പകല് തുണി പൊക്കണം. ഇവന്നെ ഞാനിപ്പോ ശരിയാക്കി തരാം. അയ്യോ, മൂർച്ച പോരാ. തോട്ടം അത്ര ശരിയല്ല.
ഏതാടാ ഒരു മഞ്ഞ ആപ്സാരി പടക്കോണെന്നാ തോന്നാ കേട്ടാ മുട്ടി നോക്കാം. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? ബസ്സിനകത്ത് നിക്ക. മണി 11:30 ആയല്ല. ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതുണ്ട്? ഇവിടെ ശ്രീകൃഷ്ണൻ അതിപ്പോ ഇന്ന് മുടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ല. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. എന്റെ വീടത്തെ തൊട്ടടുത്താ. ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും? ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചിലർ അല്ലേ, പിന്നെ അറ്റാച്ചഡ് മാത്രമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ ഈ ഞാൻ കൂടി ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ ഗണേശ, നീ വിട്ടോ. ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ വരാം. കേട്ട പോലെ പുലിവാലായാല. എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല? എന്നാ ഞാനും പറട്ടെ. അയ്യടാ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടാ. കേറിക്കോ, ആ വണ്ടിയുടെ പുറകിലേക്ക് കേറിക്കോ. ശരി. വേഗത്തെ കേറിക്കോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരുമില്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിനൊരു പാലപ്പൂവിന് വേണം? എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നുമില്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ട, വാ. ഇവിടെ പാലും പഴമൊന്നുമില്ല. ഒരു പൈൻ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി വാതിലടച്ചത് വേണ്ട. സന്തോഷായോ? ചേട്ടാ, എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എനിക്ക് നാണാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. അധികം സമയം കളയേണ്ടി വരില്ല. കണ്ണ് തുറക്കൂല. ഈ ബട്ടൺ സഹിക്കാനും പറ്റണ. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്ന ഞാൻ. നീ അങ്ങ് ക്ഷീണിച്ച് എല്ലും തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താ ആശാനെ കഴിഞ്ഞ? എന്നെ ഞാൻ കേട്ടെ. ആശാൻ തന്നെ വേർതിരിക്കണത്. ഫാനില്ലല്ലോ. എനിക്ക് ഫാനൊന്നും വേണ്ട. അതല്ല ആശാന്, കാശ് വല്ലതും കൊടുക്കണം. അയ്യോ, ഫ്രീ ആണ്. അയ്യോ, എന്നാ ആശാൻ ഇപ്പൊ വരണ്ട, രാവിലെ വന്നാ മതി. എങ്ങനെ കലക്കും. പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ
എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. 12 അടി മാറി 2 അടി കുഴിച്ചാ എന്ത് മാങ്ങാത്തിരി കിട്ടാനാണ്? സ്വാമിക്ക് വട്ടാണ്. അത് ഈ പാതിരാത്രിക്ക്. വേറെ പണിയൊന്നുമില്ല. എന്തായിരിക്കും കള്ളസ്വാമി പറഞ്ഞത്? അല്ല നിധിയായിരിക്കും. പോയി നോക്കളെ. ഒന്ന് 2 3 4 5 6 7 8 9 10 11 12. ഈശ്വര, ഒരു 5 കിലോ സ്വർണ്ണമെങ്കിലും കിട്ടണേ. അയ്യോ 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 പോയി. ഓ പോയി, രക്ഷപ്പെട്ടു. ഓ അയ്യോ 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 അയ്യോ.